അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ ചെമ്പ് തകിടിൽ സ്വർണ്ണപ്പാളികൾ പൊതിയണം എന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ചെമ്പ് തകിടിൽ സ്വർണ്ണപ്പാളികൾ പൊതിയാനുള്ള തീരുമാനമെടുക്കുന്നത് 1998-99 കാലത്താണ്. ആ കാലത്തെ തന്ത്രിയാണ് കണ്ഠരര് രാജീവര്. അദ്ദേഹം എഴുതുന്ന ആ കാലത്ത് അദ്ദേഹമാണ് ഇത് പിന്നീട് 2019 വന്നപ്പോൾ എന്ത് പറഞ്ഞു? ഇത് ചെമ്പ് പാളിയാണ് എന്ന് പറയുന്നു. ഒരു ചെറിയ മാറ്റം വരുത്തി. എന്താണ് ആ മാറ്റം? സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളി എന്നതിന് പകരം വെറും ചെമ്പ് പാളിയാക്കി മാറ്റി. സ്വർണ്ണമില്ല. അവിടെ നിന്നാണ് ഈ സ്വർണ്ണക്കൊള്ള തുടങ്ങുന്നത്. അതിൽ മറ്റാരെങ്കിലും ഒപ്പിടുകയാണെങ്കിൽ അവർക്ക് പറയാം ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു എന്നൊരു വാദം എടുക്കാം. തന്ത്രിക്ക് എടുക്കാൻ പറ്റില്ല. അല്ല, അതല്ല, ഇത് മല്ലയ്യ ഈ സ്വർണം പൊതിയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലും കാർമ്മികത്വത്തിലുമാണ് ഇത് സ്വർണം പൊതിഞ്ഞത്. അത് പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തണം. എല്ലാം ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ചെയ്തേക്കണേ. അത് കഴിഞ്ഞ് ഈ സ്വർണം പൂശുന്ന സംഭവം വന്നല്ല ഇപ്പം വന്നേക്കണ. അതിലും ഒപ്പിട്ടിരിക്കുന്നത് കണ്ഠരര് രാജീവരാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.